ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റോർ വൈൽഡ് ക്ലിക്സ്. ഇന്നത്തെ യാത്ര നമ്മൾ പാലക്കാട് ജില്ലയിലെ സൈലൻറ്റ് വാലിയിലോട്ടാണ്. അട്ടപ്പാടി ചുരത്തിൻ്റെയൊക്കെ ഭംഗിയെല്ലാം ആസ്വദിച്ച് സൈലൻറ്റ് വാലി ചെന്ന് അവിടുന്ന് ഒരു ജീപ്പ് സഫാരി എടുത്ത് ഏകദേശം ഒരു 2 മണിക്കൂറോളം കാടിനകത്തോട്ട് യാത്ര ചെയ്ത് ഒരു വാച്ച് ടവറിൻ്റെ മുകളിലെല്ലാം കയറി കുന്തിപ്പുഴയൊക്കെ ഒഴുകുന്നതെല്ലാം കണ്ട് കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചുള്ളൊരു യാത്രയാണ്. ഈ യാത്രയിൽ സർപ്പൻറ്റീഗിൾ, മലബാർ, ജയൻറ്റ് സ്ക്യൂറൽ, അതേപോലെ തന്നെ നീലഗിരി, ലെങ്കൂർ ഇതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഈ യാത്രയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് യാത്ര പോയാലോ? അങ്ങനെ നമ്മൾ അതിരാവിലെ തന്നെ ചുരമെല്ലാം കയറി അട്ടപ്പാടി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന 10ാം വളവിലെത്തിയിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് നേരമൊക്കെ നിർത്തിയിട്ട് ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ബോണറ്റ് മെക്കാക്ക് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുരങ്ങന്മാരാണ്. ഒരിഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കിട്ടുന്നുള്ള എക്സ്പെക്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മലനിരകളാൽ സമൃദ്ധമായ ഒരു പാലക്കാടിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ഥിരമായി മനുഷ്യരെ കാണുന്നവരായതുകൊണ്ടായിരിക്കും തോന്നുന്നു നമ്മളെന്നും കണ്ടിട്ട് ഒരു പേടിയൊന്നുമില്ല. എന്തായാലും ഒരാളുടെ വാല് മുറിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ അതിഭയാനകമായ ഒരു താഴ്വരയാണ് നമുക്ക് കാണുന്നത്. ഈ താഴ്വരയുടെ അടിയിൽ കൂടെ നദികളെല്ലാം ഒഴുകുന്നുണ്ട് തോന്നുന്നു. നമുക്ക് സൗണ്ടെല്ലാം കേൾക്കാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ കൂടുതൽ മനോഹരമായ മലനിരകൾ നമുക്ക് കാണാമായിരുന്നു. നമ്മൾ മനുഷ്യന്മാർ അലക്ഷ്യമായി ഉപേക്ഷിക്കുന്ന ഫുഡ് വേസ്റ്റുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റു മൃഗങ്ങൾക്ക് ഒരു ഉപദ്രവമാണെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിവിടെ കാണുന്നത്. ആരൊക്കെയോ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് വേസ്റ്റുകളും പ്ലാസ്റ്റിക് പേപ്പറുകളുമാണ് ഇവർ കടിച്ചു വലിക്കുന്നത്. ഇതെല്ലാം ഇവരുടെ ലൈഫിന് തന്നെ ത്രെട്ടണാണ്. മനുഷ്യരല്ലാതെ പ്രകൃതിയെ വേറെ ആരും ഇങ്ങനെ മലിനമാക്കുന്നില്ല. ഈ വ്യൂ പോയിൻ്റിലുള്ള അതിമനോഹരമായ ഒരു കാഴ്ചയാണ് എമ്മത്ത് അട്ടപ്പാടി എന്ന് പറയുന്ന കുറച്ച് ചിത്രങ്ങൾ. അട്ടപ്പാടിയുടെ ജീവിതവും സംസ്കാരവുമാണ് ഇവിടെ വരച്ച് കാട്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ ഈ പ്രകൃതിയുടെ ഭംഗിയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, വരുന്ന വഴിക്ക് നമുക്ക് കുറച്ചധികം സ്ഥലങ്ങളിലും ഇത് കാണാൻ പറ്റും. ഗോത്രജനതയുടെ കല, കൃഷി, സംസ്കാരം, വന്യജീവികളിലൊക്കെയാണ് ചിത്രങ്ങളുടെ അടിസ്ഥാനം. ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുള്ളത് അതിമനോഹരമായിട്ടുണ്ട്. എമ്മത്തട്ടപ്പാടി എന്ന് പറഞ്ഞാൽ എൻ്റെ അട്ടപ്പാടി എന്നാണ് അർത്ഥം വരുന്നത്. എന്തായാലും ചിത്രം അതിമനോഹരമായിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു KSRTC വരുന്നത്. സോ നമുക്ക് അതിമനോഹരമായിട്ടുള്ള KSRTCയുടെ ചുരം കയറുന്ന ഒരു വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടാൻ ഭാഗ്യമുണ്ടായി. കോയമ്പത്തൂരിലോട്ട് പോകുന്ന വണ്ടിയാണത്. ആക്ച്വലി അതിനവിടെ ഫുള്ളായിട്ട് തിരിയാൻ പറ്റുന്നില്ല. സോ അവർ റിവേഴ്സ് എടുത്തിട്ടൊക്കെയാണ് തിരിക്കുന്നത്. കുറച്ച് ദൂരം കൂടി നമ്മൾ ചുരമെല്ലാം കയറി എത്തിയത് മുക്കാലി ജംഗ്ഷനിലോട്ടാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ സൈലൻറ്റ് വാലി റേഞ്ച് ഫോറസ്റ്റ് എത്തും. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എത്തും. ഈ ജംഗ്ഷനിൽ തന്നെ നമുക്ക് ഫുഡെല്ലാം കഴിക്കാനുള്ള ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫ്യൂവലും കാര്യങ്ങളൊക്കെ അടിച്ചു വരുന്നതായിരിക്കും നല്ലത്. കാരണം ചുരം കയറി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്യൂവലൊന്നും അടിക്കാൻ ഓപ്ഷൻസ് ഇല്ല. അങ്ങനെ നമ്മൾ സൈലൻറ്റ് വാലിയുടെ ഫ്രണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. പാർക്കിംഗ് ഏരിയ തൊട്ട് മുന്നിലാണ്. സോ ഇതാണ് ഇൻഫർമേഷൻ സെൻറ്റർ. നമ്മൾ രാവിലെ 7 മണിക്ക് ഇതിനോടെ എത്തി. പക്ഷേ 7:30ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണ്. സാധാരണ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. വീക്കെൻഡ് ആയതുകൊണ്ട് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. സൈലൻറ്റ് വാലിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മളെത്തിയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നേ ഉള്ളൂ. വനശ്രീ എക്കോ ഷോപ്പൊക്കെ ഉണ്ട്. ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ഓപ്പണായി വരുന്നതേ ഉള്ളൂ. പിന്നെ വേസ്റ്റ് കാര്യങ്ങളൊന്നും കാടിനകത്ത് ഇടാതെ നോക്കുക. ഇങ്ങനെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും, അവിടെ മാത്രം നിക്ഷേപിക്കുക. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോഴാണ് മലബാർ ജയൻറ്റ് സ്ക്യൂറലിൻ്റെ സൗണ്ട് കേട്ടത്. പക്ഷേ നമുക്ക് ക്യാമറയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ സഫാരിക്ക് ബസ്സിനാണെങ്കിൽ 600 രൂപയും ജീപ്പിനാണെങ്കിൽ ഏകദേശം 3400 മറ്റോ ആണ്. ഒരു ജീപ്പിൽ 6 പേരാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ സഫാരിക്ക് പോകാൻ റെഡിയായി വന്നു. അപ്പോഴേക്ക് ഏകദേശം ബസ്സെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. നമ്മൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഒത്തിരി പേരായി.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വനയാത്രയുടെ ലക്ഷ്യം മൃഗങ്ങളെ കാണലല്ല മറിച്ച് പ്രകൃതിയെ അടുത്തറിയലാണെന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മൾ 11 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 5823 രൂപയാണ് ടിക്കറ്റായി വന്നേക്കുന്നത്. പെർ ഹെഡ് 80 രൂപയോളം ഓഫ് ഉണ്ടായിരുന്നു വന്യജീവി വാരാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ കാണുന്ന മലയുടെ പേരാണ് മല്ലീശ്വർ മല. ഇത് ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ അവരുടെ ഉത്സവ സമയത്ത് കയറി വിളക്കെല്ലാം വയ്ക്കുന്നൊരു സ്ഥലമാണ്. പിന്നെ സൈലൻറ്റ് വാലിയിലോട്ട് വരുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ യാത്ര ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവരുടെ വെബ്സൈറ്റിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കവാടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് വനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി സൈലൻറ്റ് വാലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൈലൻറ്റ് വാലിയുടെ ആദ്യത്തെ പേര് സൈരന്ധ്രി എന്നായിരുന്നു. അത് പിന്നെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് സൈലൻറ്റ് വാലി എന്നുള്ള പേരിലോട്ട് മാറിയത്. ഇപ്പോഴും നമ്മൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കിലോമീറ്ററുകളൊക്കെ എഴുതി വെച്ചേക്കുന്ന കല്ലുകൾ ഉണ്ടാവില്ലേ, അതിനകത്ത് ഇപ്പോഴും സൈരന്ധ്രി എന്ന് മാത്രമാണ് എഴുതിയേക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഒരു പാർട്ടാണ്. കുന്തിപ്പുഴയാണ് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന ഒരു നദി. 1970 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇതിനകത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെ 1973 മുതൽ 83 വരേക്ക് സേവ് സൈലൻറ്റ് വാലി എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യവും സക്സസ്ഫുള്ളുമായിട്ടുള്ള ഒരു എൻവറോൺമെൻറ്റൽ പ്രൊട്ടസ്റ്റ് ആയിരുന്നു അത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തായിരുന്നു ഇതിൻ്റെ ഓർഗനൈസേഷനായിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 1983 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തു. 1984 നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. 1985 ഒഫീഷ്യൽ ഇനാഗുറേഷൻ നടന്നു. 2012 വെസ്റ്റേൺ ഗട്ട്സ് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. സൈലൻറ്റ് വാലി ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 900 മുതൽ 2383 മീറ്റർ ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന മലയുടെ താഴത്തെല്ലാം ഇവിടുത്തെ ഗോത്രജനങ്ങളുടെ വീടുകളെല്ലാം കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ക്യാമറയിൽ നമുക്ക് പകർത്താൻ സാധിച്ചില്ല. ഇവിടെ ഏകദേശം 1000-ൽ കൂടുതൽ ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ ഒരു 108ഓളം ഓർക്കിഡ് വെറൈറ്റീസും ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 40-ൽ കൂടുതൽ മമ്മൽസും 200-ൽ കൂടുതൽ ബേർഡ്സും റെപ്റ്റൈൽസും ആംഫിബിയൻസും ഏകദേശം 30-35-ൽ കൂടുതലും, അതുപോലെ ഇൻസെക്ട്സ് ബട്ടർഫ്ലൈസ് എല്ലാം 100+ഉം ഫിഷസ് ഒരു 20+ സ്പീഷീസും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 60% ഓഫ് പ്ലാന്റ്സും അതേപോലെ 30% ഓഫ് ആനിമൽസും വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമാണ് കണ്ടുവരുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ നമുക്ക് ഫസ്റ്റ് സൈറ്റിംഗ് കിട്ടി. സർപ്പൻ്റ് ഈഗിളായിരുന്നു അത്. ഇവ സാധാരണയായി പാമ്പുകളെ അതുപോലെ തന്നെ ലിസാർഡുകളെയൊക്കെയാണ് ഭക്ഷിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള കാലുകളും അതുപോലെ തന്നെ അതിനെ പൊതിഞ്ഞുകൊണ്ട് ശൽക്കങ്ങളും ഉണ്ട് അവർക്ക്. സോ അത് കാരണം കൊണ്ട് തന്നെ പാമ്പ് കടിക്കുന്നതിൽ നിന്നൊക്കെ ഇവർ രക്ഷപ്പെടാറുണ്ട്. കോബ്ര, വൈപ്പർ പോലെയുള്ള അത്രയും വിഷമുള്ള പാമ്പുകളെ പോലും ഇവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. പാമ്പുകൾക്ക് അറ്റാക്ക് ചെയ്യാൻ പോലും സമയം കൊടുക്കാതെ പുറകിൽ നിന്ന് ആക്രമിച്ച് തലയിൽ പിടിക്കുന്ന രീതിയാണ് ഇവർ നോർമലി ചെയ്യാറ്. ഇത്രയും തിക്കായിട്ടുള്ള കാടുകളിൽ പോലും 100 മീറ്റർ ദൂരെയുള്ള പാമ്പുകളുടെ മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇവർക്ക് വാച്ച് ചെയ്യാനുള്ള ഐ പവർ ഉണ്ട്. സാധാരണയുള്ള റെപ്റ്റൈൽസിൽ നിന്നും വ്യത്യസ്തമായി ഈ സർപ്പൻ്റ് ഈഗിൾ ചെറിയ ചാറ്റൽ മഴയെല്ലാം ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മലബാർ ജയൻറ്റ് സ്ക്വിറൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ക്വിറലിൻ്റെയും ഫെറിൻ്റെ കളർ പാറ്റേൺസ് യൂണിക്കാണ്. ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ ക്രീം, ഓറഞ്ച്, മെറൂൺ, ബ്ലാക്ക് ഇതെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു കളറാണ് ഇവർക്കുള്ളത്. ഏകദേശം 10 മുതൽ 12 വർഷം വരേക്ക് ഇവർക്ക് ലൈഫ് സ്പാൻ ഉണ്ട്. ഒരു സ്ക്വിറൽ തന്നെ 2ഉം 3ഉം കൂടുകൾ വയ്ക്കും അതിൻ്റെ ടെറിട്ടറിയിൽ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളത് ശത്രുക്കളുടെ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയും. 6 മുതൽ 7 മീറ്റർ വരേക്ക് വളരെ കൃത്യതയോടുകൂടി മരങ്ങളുടെ ചില്ലയിലൂടെ ഇവർക്ക് ചാടാനുള്ള കഴിവുണ്ട്. മെയിനായിട്ട് പരുന്തുകളും പാമ്പുകളൊക്കെയാണ് ഇവരുടെ ശത്രുക്കൾ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഈ കാണുന്നത് ഒരു 300 വർഷത്തോളം പഴക്കമുള്ള പ്ലാവാണ്. അങ്ങനെ നമ്മൾ പന്തൽത്തോട് എന്ന് പറയുന്ന ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയിലോട്ടെത്തി. ഇവിടെ നമുക്ക് വാഷ്റൂം എല്ലാം യൂസ് ചെയ്യാം. ഇവിടെ നിന്ന് കണ്ടോ ഒരു കൂട്ടം ആൾക്കാർ ട്രെക്കിങ്ങിന് വേണ്ടി ഒരുങ്ങുകയാണ്. നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമാണ് ട്രെക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉള്ളൂ. ഈ കാണുന്നത് കുന്തിരിക്കത്തിൻ്റെ മരമാണ്. ഇവിടുത്തെ ഗോത്രജനതയ്ക്ക് വനവിഭവങ്ങളെല്ലാം എടുക്കാൻ പെർമിഷനുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ പൂക്കളാൽ സമൃദ്ധമായ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റി. കുറേ ബട്ടർഫ്ലൈസൊക്കെ ഉണ്ട്. സൈലൻറ്റ് വാലി എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് സൈലൻ്റാണെന്ന് വിചാരിക്കേണ്ട. പണ്ട് ഇവിടെ ചീവീടുകൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ ചീവീടുകളുടെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് തന്നെ. സൈലൻറ്റ് വാലിയെയും 2 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്, കോർ സോണും ബഫർ സോണും. 89% കോർ സോണാണ്.
അവിടെ പെർമനൻറ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇല്ല. ബഫർ സോൺ 11%, അതിനകത്ത് ടൂറിസവും എക്കോ ഡെവലപ്മെൻറ്റും. ഈ ഒരു കവാടത്തിന് ശേഷമാണ് ശരിക്കുള്ള സൈലൻറ്റ് വാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരേക്കുള്ള ഇവിടുത്തെ ഗോത്ര ജനതയ്ക്ക് പ്രവേശനം. അങ്ങനെ ഒരു 2-3 കിലോമീറ്ററോടും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാച്ച് ടവറിൻ്റെ എൻട്രൻസിലോട്ട് എത്തും. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി ഇവിടുന്ന് നമ്മൾ നടന്ന് കയറണം. കുന്തിപ്പുഴയിലോട്ട് 1.5 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്ന് കുന്തിപ്പുഴയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം അവിടെ ഒരു കൂട്ടം ആനകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയും നമ്മളോട് അങ്ങോട്ട് പോകരുതെന്ന് പറയുകയും ചെയ്തു. ഞാൻ 1-2 പ്രാവശ്യം അവരോട് പെർമിഷൻ ചോദിച്ചു നോക്കി, പക്ഷേ അവർ സമ്മതിച്ചില്ല. ഇവിടെ വിസിറ്റേഴ്സിന് വന്ന് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. സൈലൻറ്റ് വാലിയുടെ ഇനാഗുറേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിരിക്കുന്നൊരു ശില, അതിമനോഹരമായ വാച്ച് ടവറിൻ്റെ വിഷ്വൽസ്. അങ്ങനെ നമ്മൾ വാച്ച് ടവർ കയറാൻ പോവുകയാണ്. താഴെ നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും. 3 സെക്ഷനായിട്ടാണ് വാച്ച് ടവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഓരോ സെക്ഷനിലും നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. ഏറ്റവും മുകളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഒരു പനോരമിക്കായിട്ടുള്ളൊരു വിഷ്വലാണ് നമുക്ക് കിട്ടുന്നത് താഴ്വരയുടെ. ഈ ടവറിന് ഏകദേശം ഒരു 30 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം സീ ലെവലിൽ നിന്ന് ഒരു 1050 മീറ്ററോളം ഹൈറ്റിലാണ്. മുകളിൽ നിന്ന് കയറി വന്ന സ്ഥലത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ. ഈ കാണുന്നതാണ് കുന്തിപ്പുഴ. പണ്ട് പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഈ പ്രദേശത്തു കൂടെ വരികയും അങ്ങനെയാണ് ഈ പുഴയ്ക്ക് കുന്തിപ്പുഴ എന്ന് പേര് വന്നതെന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. ഇടതൂർന്ന് നിൽക്കുന്ന റെയിൻ ഫോറസ്റ്റ് ആയത് കാരണം കൊണ്ട് തന്നെ ഇവിടെ മണ്ണൊലിപ്പ് കാര്യമായിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ ഏത് മൺസൂൺ കാലത്തും ഈ കുന്തിപ്പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. 50% കൂടുതൽ കേരളത്തിൻ്റെ എവർഗ്രീൻ ഫോറസ്റ്റുകൾ സ്ഥിതി ചെയ്യുന്നത് സൈലൻറ്റ് വാലിയിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള വനങ്ങളിലുമാണ്. വംശനാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ലയൺ ടൈഡ് മെക്കാക്ക് എന്ന് പറയുന്ന സിംഹവാലക്കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. പക്ഷേ ഈ യാത്രയിൽ നമുക്ക് അവയൊന്നും കാണാൻ പറ്റിയില്ല. അവരെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വൈൽഡ് ഫാക്ട് എന്ന് പറയുന്ന സീരീസിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായ കുന്തിപ്പുഴയും താഴ്വരകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അതിന് വീണ്ടും നമ്മൾ നടന്നു പോകുന്നത് മറ്റേ കുന്തിപ്പുഴയിലോട്ടുള്ള വഴിയിലൂടെയാണ്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ആർട്ട് ഗാലറി പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ സൈലൻറ്റ് വാലിയുടെ മാപ്പും അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈലൻറ്റ് വാലിയിലെ ഹാബിറ്റേറ്റിനെ സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ ലയൺ ടൈഡ് മെക്കാക്കിൻ്റെ ഡീറ്റെയിൽസ്. ഇവിടെയുള്ള ഒട്ടുമിക്ക ജീവികളുടെയും കാൽപാദങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. കാട്ടുപന്നി, ചെന്നായ, പുള്ളിപ്പുലി, കടുവ, അങ്ങനെ കുറച്ച് ജീവികളുടെ എല്ലാം കാൽപാദങ്ങൾ. അതിനുവേണ്ടി ഇവിടെയുള്ള സസ്യങ്ങളുടെയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചേക്കുന്നത്. ചുമ്മാ കുറച്ച് നേരം നടന്ന് കാണാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇതെന്തോ ഓരോ മൃഗങ്ങളുടെയൊക്കെ സൗണ്ടെല്ലാം കേട്ടിരുന്നതാണ് തോന്നുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ല, മെയിൻ്റനൻസ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ താഴെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഓരോ ടീ എല്ലാം കുടിച്ച് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അവിടെ തന്നെ വാഷ്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് രാജൻ ചേട്ടൻ. പുള്ളിയായിരുന്നു ഇന്ന് നമ്മളെ ഗൈഡ് ചെയ്തിരുന്നത്. പുള്ളി ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് കാടിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നായിരുന്നു. ഇപ്പോൾ സഫാരി വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തിരിച്ചു പോവായി, പക്ഷെ അവരിങ്ങോട്ട് വരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോഴാണ് പെട്ടെന്ന് നീലഗിരി ലങ്കൂർ എന്ന് പറയുന്ന നമ്മുടെ കരിങ്കുരങ്ങൻ്റെ ചെറിയൊരു ഷോട്ടേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോഴേക്ക് ആൾ പോയി. പെട്ടെന്നാണ് നമ്മുടെ മുന്നിൽ ഒരു കൂട്ടം ആടുകൾ വന്നത്. അപ്പോഴാണ് നമ്മുടെ രാജൻ ചേട്ടൻ പറഞ്ഞത് ഇവിടുത്തെ ഗോത്രജനങ്ങൾ ആടുമേയാൻ വിട്ടേക്കുവാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് കുന്തിരിക്കം, തേൻ, അതുപോലെയുള്ള കാടിൻ്റെ വിഭവങ്ങളെല്ലാം കളക്ട് ചെയ്യാനുള്ള പെർമിഷനുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സൈലൻറ്റ് വാലി യാത്ര ഇവിടെ തീരുകയാണ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു യാത്രയായിരുന്നു. ഒത്തിരി ദൂരം നമുക്ക് കാട്ടിലൂടെ എല്ലാം സഞ്ചരിക്കാൻ പറ്റി. പിന്നെ അട്ടയുണ്ട്, കയ്യിൽ ഉപ്പോ അല്ലെങ്കിൽ സാനിറ്റൈസറൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ സെൻറ്ററിലെത്തി. സൈലൻറ്റ് വാലി വന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ നരസിംഹക്ക് വ്യൂ പോയിൻറ്റും കൂടി അട്ടപ്പാടി ഒന്ന് കാണാൻ വേണ്ടി വന്നേക്കാണ്. പക്ഷെ വന്ന സമയം അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല, നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നത്. അത് കാരണം കൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഇവിടെ ആണെങ്കിലും കണ്ടോ, അതിന് മാത്രം ഇപ്പോൾ ഒന്നും പച്ചപ്പൊന്നും കാണാനില്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വന്ന സമയത്ത് നല്ല പച്ചപ്പായിട്ടുള്ളൊരു ഇതായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ പച്ചക്കളറൊക്കെ പോയി, ഒരു ഡ്രൈ ഫീല് ഇവിടെ വരാൻ തുടങ്ങുന്നു. അങ്ങ് ദൂരെ നമുക്കിവിടെ കാണാൻ പറ്റും വിൻമില്ലൊക്കെ ഇതാവുന്നത്, കാറ്റാടി പാടം. ഈ കാണുന്ന കുന്നിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്.
പിള്ളേരെല്ലാം ഫോട്ടോഷൂട്ടിലാണ്. നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഈ കാണുന്ന വീഡിയോ ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ എടുത്തതാണ്. അന്ന് കൂടുതൽ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടൊന്ന് എത്തിക്കുക. സോ അടുത്തൊരു യാത്രയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.